സാധാരണ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ 10 ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ 1-2 ഫോട്ടോ മികച്ചതായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഫോണിൽ 10 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ 7-8 ഫോട്ടോ നല്ല മികച്ചതായിട്ട് വരുന്നതായിരിക്കും. ഞാൻ പറയാൻ പോകുന്നത് iQOOയുടെ ഏറ്റവും പുതിയ IQOO12ന്റെ ഒരു ക്വിക്ക് ക്യാമറ മിന്നൽ റിവ്യൂ ആണ്. മിന്നൽ റിവ്യൂ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മിന്നൽ വേഗത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അട്രാക്ഷൻ തന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിന്റെ പ്ലേസ്മെന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് പ്രീമിയം ക്വാളിറ്റിയിലാണ് ക്യാമറ മൊഡ്യൂൾ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് 50 മെഗാപിക്സലിന്റെ 1.68 അപ്പേഴ്സ് ഉള്ള ഒരു മെയിൻ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ക്യാമറയും 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സ് വരുന്ന ഒരു അൾട്രാവൈഡ് ക്യാമറയും അതേപോലെ 64 മെഗാപിക്സലിന്റെ f2.57 അപ്പേഴ്സ് ഉള്ള ഒരു ടെലിഫോട്ടോ ലെൻസ് നമുക്ക് വരുന്നുണ്ട്. അതായത് പെരിസ്കോപ്പ് ക്യാമറ. അവരുടെ വിവിധ തരത്തിലുള്ള സെൻസേഴ്സ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 60 മെഗാപിക്സൽ ആണ് വരുന്നത്. ഇനി ക്യാമറയുടെ UI പറ്റി നമുക്ക് സംസാരിക്കാം. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ഥിരം ആ ഒരു ഫൺ ടച്ച് OS UI ആണ് നമുക്ക് വരുന്നത്. ഫൺ ടച്ച് OS എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേയധികം ഫീച്ചേഴ്സ് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ വിവോയിൽ നമ്മൾ കാണുന്ന കുറേയധികം ഫീച്ചേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് സ്നാപ്ഷോട്ട്, നൈറ്റ്, പോർട്രേറ്റ്, അതുപോലെ തന്നെ ഫോട്ടോ, വീഡിയോ, അതുപോലെ മോറിനകത്തായിട്ട് നമുക്ക് ഹൈ റെസൊല്യൂഷൻ, പനോരമ, അൾട്രാ HD, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, സൂപ്പർ മൂൺ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ടിൽറ്റ് ഷിഫ്റ്റ്, പ്രോപ്പ് ഫിഷ് എന്ന് പറഞ്ഞ ധാരാളം ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഇനി വീഡിയോയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് 4K 60 FPS 8K 30 FPS നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ നമുക്ക് 1080p 30 FPS മാത്രമേ തരുന്നുള്ളൂ. അതൊരു 60 FPS ആണെങ്കിൽ കുറച്ചുകൂടി മികച്ചതായിട്ടെന്ന് എനിക്ക് തോന്നി. ഇനി വീഡിയോയിൽ സ്റ്റെബിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിവോയിൽ കണ്ടുവന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ, അൾട്രാ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. ഞാനൊരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷൻ ഫാൻ തന്നെയാണ്. വളരെ കുറച്ച് സ്മാർട്ട് ഫോൺ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലെവൽ. അതായത് നമ്മൾ ഇനി എത്ര തിരിച്ചാലും നമ്മൾ ലോക്ക് ചെയ്തേക്കുന്ന ആ ഒരു സർഫസിൽ തന്നെ ഇത് ഇങ്ങനെ ലോക്ക് ആയിട്ടിരിക്കും. നല്ല കിടിലം കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഷാർപ്പ് ഇമേജസ് ആണ് ഇതിന്റെ മെയിൻ ക്യാമറ എന്ന് വരുന്നത്. മെയിൻ ക്യാമറ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ക്യാമറ എന്നാണ് ഈ ഐക്ക് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫും അത്യുഗ്രനാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആളാണെന്ന് മനസ്സിലാവും. ട്രൈപോഡ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു ഫ്രെയിം പോകുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു നക്ഷത്രങ്ങളും അതുപോലെ മിൽക്കി വേക്ക് നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്പെഷ്യൽ എക്സ്പോഷർ അൽഗോരിതം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഫൈൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റും. ഇതൊക്കെ കാണുന്ന എക്സാമ്പിൾ ആണ്. അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി പ്ലാനറ്റേറിയം നമുക്ക് അവൈലബിൾ ആണ്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നമ്മൾ വേറൊരു ഫോണാണ് നമ്മുടെ ഈ ഒരു സ്റ്റെലേറിയം അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നമ്മൾ കോൺസ്റ്റലേഷൻസും സ്റ്റാർസും അല്ലെങ്കിൽ മീറ്റിയോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്കൈ വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ഇന്ന സ്ഥലത്ത് ഇന്ന ആ ഒരു കോൺസ്റ്റലേഷൻ ഉണ്ടെന്ന് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ക്യാമറയിൽ ഇൻബിൽട്ട് ആയിട്ട് സിമ്പിൾ ആയിട്ട് അവർ കൊടുത്തേക്കാണ്. വലിയൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ ആണ്. കാര്യം ഇൻബിൽട്ട് ആയിട്ട് ക്യാമറയിൽ തന്നെ നമുക്കിത് കിട്ടും. വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആവശ്യമില്ല. നല്ല കൃത്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ. ഇപ്പം നമ്മൾ 100 നോക്കുവാണെങ്കിൽ ആ 100 നമ്മൾ ഈ ഒരു AR വെച്ച് നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ വേണം. ജസ്റ്റ് സിങ്ക് ചെയ്തിട്ട് കറക്റ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന കോൺസ്റ്റലേഷൻ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു തരും. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് 64 മെഗാപിക്സൽ പെരിസ്കോപ്പ് ക്യാമറയാണ്. പോർട്രേറ്റ്സ് എന്നുള്ള കിടിലൻ അത്യുഗ്രൻ പോർട്രേറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മളൊരു 10 പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു 8 പോർട്രേറ്റ്സും അടിപൊളിയായിട്ട് വരും. ഇതിന്റെ എഡ്ജ് കറക്ഷൻ ആയാലും എവറിത്തിങ് ഇസ് ഫൈൻ. ആൻഡ് ഇതിന്റെ പ്രോസസിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 പവർ നമുക്ക് ഇതിൽ നല്ലപോലെ കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോസസിംഗ് ഉണ്ടല്ലോ. പല ഫോണും നമ്മൾ ഈ ഒരു പ്രോസസിംഗ് കണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് ലെവലാണ്. നമ്മൾ ആ എടുക്കുന്ന ഫോട്ടോ ഏറ്റവും മികച്ചതാക്കുന്നത് ഇതിന്റെ പ്രോസസിംഗ് ആണ്. ഇതിനകത്ത് സൂപ്പർ മൂൺ എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 1 to 10x വരെ നമുക്ക് കൃത്യമായിട്ട് മൂൺ എടുക്കാൻ പറ്റും. അതേപോലെ 100x സൂമിൽ നമുക്ക് മൂൺസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിലത്തെ കിട്ടുന്ന മൂൺസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ ക്യാമറ എക്സ്പീരിയൻസ് പറഞ്ഞെങ്കിൽ 53,000 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില. ഈ 53,000 രൂപയ്ക്കകത്ത് ഒരുപാട് സ്പെസിഫിക്കേഷൻ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഡിസ്പ്ലേ ആയാലും അതൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. ഈ പ്രൈസിൽ നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതേപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത് 1080p 30 FPS മാത്രമേ ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നുള്ളൂ. പിന്നെ ഇത്രയും സ്പെസിഫിക്കേഷൻ ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ആരും കുറ്റം പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. 1080p ഒരു 60 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തിരക്കില്ലാതെ നോക്കാമായിരുന്നു. വിവോയുടെ ഒരുപാട് ഫോണിൽ നമുക്ക് 4K 60 വരെ കിട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ 1080p 30 FPS മാത്രമേ ഫ്രണ്ടിൽ വീഡിയോയിൽ നമുക്ക് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിനകത്ത് ടോപ്പ് നോച്ച് ആയിട്ട് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഫോണിൽ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഫോൺ നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം സ്പെസിഫിക്കേഷനോട് നല്ലൊരു ക്യാമറയും കൂടിയാണ് iQOO പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ തോട്ട്സ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് എനിക്ക് ഇതിനെപ്പറ്റി ക്യാമറ പറ്റി പറയാനുള്ളത്. ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുപിടിക്കാം.